ഹായ് ഓൾ ഇൻവെസ്റ്റ് കേരളയുടെ ടുഡേയ്സ് മാർക്കറ്റ് ആൻഡ് ടുമോറോസ് ഔട്ട്ലുക്കിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്ന് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ഓപ്പൺ സെഷനിൽ ഒരു ഫ്ലാറ്റ് മൂവ് ആയിരുന്നു ദൃശ്യമായത്. അതിനുള്ള മെയിൻ റീസൺ എന്നത് ഇന്ന് 12 മണിക്ക് നിശ്ചയിച്ചിരുന്ന RBIയുടെ മീറ്റിംഗ് ഡിസിഷൻ അറിയാൻ വേണ്ടിയായിരുന്നു. ആ ഡിസിഷന് ശേഷം മാർക്കറ്റിൽ ഒരു ഉണർവ് വ്യക്തമാവുകയും മാർക്കറ്റ് ഒരു അപ്പ് മൂവിലേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ അവിടെ നിന്ന് വീണ്ടും മാർക്കറ്റ് ഒരു കറക്ഷൻ മോഡിലേക്ക് വന്നു. ഇന്ന് RBIയുടെ മോണിറ്ററി പോളിസി നോക്കിയാൽ റെപ്പോ റേറ്റിൽ ഒരു ചേഞ്ച് വരുത്തിയിട്ടില്ല. അത് ചില സെക്ടറിനെ നെഗറ്റീവായാണ് എഫക്ട് ചെയ്തത്. അതുപോലെ LTV റേറ്റിൽ വർധനവ് വരുത്തിയത് ചില സെക്ടറിനെ പോസിറ്റീവായും മറ്റു ചില സെക്ടറിനെ നെഗറ്റീവായുമാണ് ഇന്ന് എഫക്ട് ചെയ്തത്. കൂടാതെ ലോൺ റീസ്ട്രക്ചറിനെ കുറിച്ച് നടത്തിയ പരാമർശങ്ങളും ഇന്ന് ചില സെക്ടറിനെ പോസിറ്റീവായി എഫക്ട് ചെയ്തിരുന്നു. ഇന്ന് നിഫ്റ്റി 50 98 പോയിന്റോളം അപ്പായി 11,200 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ ഏകദേശം 9 പോയിന്റോളം അപ്പായി 7,498 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ബാങ്ക് 132 പോയിന്റോളം അപ്പായി 21,642 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി എനർജി 79 പോയിന്റോളം അപ്പായി 15,408 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഫിൻ സർവീസ് 112 പോയിന്റോളം അപ്പായി 10,797 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി FMCG ഇന്ന് 424 പോയിന്റോളം അപ്പായി 31,287 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി IT 318 പോയിന്റോളം അപ്പായി 18,188 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മെറ്റൽ 30 പോയിന്റോളം അപ്പായി 2,294 പോയിന്റിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഫാർമ 139 പോയിന്റോളം അപ്പായി 11,403 പോയിന്റിലും നിഫ്റ്റി റിയാലിറ്റി 2 പോയിന്റോളം അപ്പായി 204 പോയിന്റിലുമാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 50യിലെ ടോപ്പ് പെർഫോമൻസ് കാഴ്ചവെച്ച സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് ടാറ്റ സ്റ്റീൽ, ഇൻഫോസിസ്, ഗെയിൽ, ബജാജ് ഫൈനാൻസ് അതുപോലെ UPL തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു. ടോപ്പ് ലൂസേഴ്സ് എന്ന് പറയുന്നത് ഏഷ്യർ മോട്ടോഴ്സ്, ശ്രീ സിമന്റ്, അദാനി പോർട്ട്, MM മോട്ടോഴ്സ് അതുപോലെ ഡോക്ടർ റെഡ്ഡീസ് തുടങ്ങിയ സ്റ്റോക്കുകളിലായിരുന്നു ഒരു ഡൗൺ ട്രെൻഡ് ദൃശ്യമായത്. സെൻസെക്സ് പരിശോധിക്കുമ്പോൾ 362 പോയിന്റോളം അപ്പായി 38,025 പോയിന്റിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. സെൻസെക്സിലെ ടോപ്പ് ഗെയിനേഴ്സ് ടാറ്റ സ്റ്റീൽ, ഇൻഫോസിസ്, ബജാജ് ഫൈനാൻസ് അതുപോലെ HCL ടെക് തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു. ടോപ്പ് ലൂസേഴ്സ് എന്ന് പറയുന്നത് അൾട്രാടെക് സിമന്റ്, SBI, ആക്സിസ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു. ഇന്ന് ICICI ബാങ്ക്, HDFC ബാങ്ക്, ബജാജ് ഫൈനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഒരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് RBIയുടെ കയ്യിൽ നിന്ന് വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് സ്ട്രെസ്ഡ് MSME ഡെബിറ്റുകൾ റീസ്ട്രക്ചർ അലോ ചെയ്തിരുന്നു. അത് ഇന്നീ സെക്ടറിലെ ഒരു പോസിറ്റീവ് എനർജി നൽകിയിരുന്നു. അതുപോലെ LTV റേഷ്യോ വർദ്ധിപ്പിച്ചത് ഈ മേഖലയിൽ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് തീരുമാനമായി നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ ഇത് ഈ മേഖലയിലെ തന്നെ മറ്റു ചില പ്ലേയേഴ്സിന് അത്ര പോസിറ്റീവ് തീരുമാനമല്ല. കാരണം അവർ കൂടുതൽ തുക ലോണായി നൽകേണ്ടതായി വരുന്നുണ്ട്. അതും ഇവരെ ബാധിച്ചു. ഓട്ടോ സ്റ്റോക്കുകളിൽ ഇന്നൊരു പ്രഷർ ദൃശ്യമാവാനുള്ള കാരണം റെപ്പോ റേറ്റിൽ ചേഞ്ച് വരുത്താത്തതാണ് ഓട്ടോ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ നേരിട്ടത്. റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകളിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിനുള്ള കാരണവും പുതിയ ലിക്വിഡിറ്റി നൽകാനുള്ള RBIയുടെ തീരുമാനം തന്നെയാണ്. അതുപോലെ IT സെക്ടറിലുള്ള പല സ്റ്റോക്കുകളിലും ഒരു അപ്മൂവ് ഇന്ന് ദൃശ്യമായിരുന്നു. പല സ്റ്റോക്കുകളിലും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വ്യക്തമായിരുന്നു. ആക്സിസ് ബാങ്ക് സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് LIC ഈ ബാങ്കിൽ സ്റ്റേക്ക് എടുക്കുമെന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അതായിരുന്നു ഈ സ്റ്റോക്കിനെ ഇന്ന് പോസിറ്റീവായി എഫക്ട് ചെയ്തത്. DCB ബാങ്ക് സ്റ്റോക്കുകളിൽ മോർണിംഗ് സെഷനിൽ ഒരു അപ് ട്രെൻഡ് ദൃശ്യമായിരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഒമാൻ ഇന്ത്യ ജോയിന്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഈ ബാങ്കിലെ സ്റ്റേക്ക് അക്വയർ ചെയ്തിട്ടുണ്ടെന്ന ന്യൂസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. പക്ഷേ അത് ഹോൾഡ് ചെയ്യാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. സ്റ്റോക്ക് ഏകദേശം 1.95% ഡൗൺ ആയാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. വോഡാഫോൺ ഐഡിയ സ്റ്റോക്കിൽ ഇന്നൊരു പ്രഷർ വിസിബിൾ ആയിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് ഇന്നാണ് പബ്ലിഷ് ചെയ്യുന്നത്. അതിന്റെ എഫക്റ്റ് ആണ് ഇന്ന് ഈ സ്റ്റോക്കിൽ ദൃശ്യമായത്. അദാനി ഗ്യാസ് സ്റ്റോക്കുകളിൽ ഇന്നൊരു പ്രഷർ ദൃശ്യമായിരുന്നു. അവരുടെ വീക്ക് റിസൾട്ട് ആയിരുന്നു അതിന്റെ റീസൺ. നെറ്റ് പ്രോഫിറ്റിൽ ഏകദേശം 42% ഒരു റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഈ സ്റ്റോക്കിൽ ഇന്നൊരു നെഗറ്റീവ് എഫക്റ്റ് സൃഷ്ടിച്ചത്. അപ്പോളോ ടയർ സ്റ്റോക്കുകളിൽ ഇന്നൊരു പ്രഷർ നേരിട്ടിരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. അത് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് കാരണമാണ് സ്റ്റോക്കിൽ ഒരു പ്രഷർ ദൃശ്യമായത്. പക്ഷേ മാർക്കറ്റ് പ്രതീക്ഷിച്ച അത്ര നെഗറ്റീവ് റിസൾട്ട് അല്ല അവർ പബ്ലിഷ് ചെയ്തത്. കനറ ബാങ്ക് സ്റ്റോക്കുകളിൽ ഇന്നൊരു ഫ്ലക്ച്വേഷൻ നേരിട്ടിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് തന്നെയായിരുന്നു. അതിന്റെ എഫക്റ്റ് കാരണമാണ് ഈ സ്റ്റോക്കിൽ ഇന്നൊരു ഫ്ലക്ച്വേഷൻ ദൃശ്യമായത്. ഭാരതി എയർടെൽ സ്റ്റോക്കിൽ ഇന്നൊരു പ്രഷർ വിസിബിൾ ആയിരുന്നു. അതിന്റെ മേജർ റീസൺ എന്ന് പറയുന്നത് അവരുടെ ആഫ്രിക്കയിലെ സബ്സിഡറിയും മറ്റൊരു കമ്പനിയുമായുള്ള മെർജർ കോൾ ഓഫ് ചെയ്തിട്ടുണ്ട് റെഗുലേറ്ററി അപ്രൂവൽ ലഭിക്കാൻ വേണ്ടി. അതുകൊണ്ടായിരുന്നു ഈ സ്റ്റോക്കിൽ ഇന്നൊരു പ്രഷർ നേരിട്ടത്. JK ലക്ഷ്മി സിമന്റ് സ്റ്റോക്കിൽ ഇന്നൊരു ഡൗൺ ട്രെൻഡ് ദൃശ്യമായിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് തന്നെയാണ്. പ്രോഫിറ്റിലും റവന്യൂവിലും ഒരു റിഡക്ഷൻ ആണ് അവർ റിപ്പോർട്ട് ചെയ്തത്. അതിന് മാർക്കറ്റ് നെഗറ്റീവായാണ് എടുത്തത്.
HDFC ബാങ്ക് സ്റ്റോക്കുകളിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ QIP റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് കാരണമായിരുന്നു സ്റ്റോക്കിൽ ഒരു അപ് ട്രെൻഡ് ദൃശ്യമായത്. ഏകദേശം 14,000 കോടി രൂപയോളം ഇതിലൂടെ ഇവർ സമാഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ന്യൂസുകൾ വന്നത്. VIP സ്റ്റോക്കിൽ ഒരു പ്രഷർ ദൃശ്യമായിരുന്നു. ഡൗണിലേക്കാണ് സ്റ്റോക്ക് മൂവ് ചെയ്തത്. അവരുടെ റിസൾട്ട് ലോസ് ആണ് ഈ ക്വാർട്ടറിൽ പബ്ലിഷ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ സ്റ്റോക്കിൽ ഇന്നൊരു ഡൗൺ ട്രെൻഡ് ദൃശ്യമായത്. ബിർള സോഫ്റ്റ് സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. പ്രോഫിറ്റിൽ ഏകദേശം 34% ഒരു വർധനവുണ്ട്. അതാണ് ഈ സ്റ്റോക്കിനെ ഇന്ന് പോസിറ്റീവായി എഫക്റ്റ് ചെയ്തത്. GOCL സ്റ്റോക്കുകളിൽ ഇന്നൊരു അപ് ട്രെൻഡ് ദൃശ്യമായിരുന്നു. അവരുടെ റിസൾട്ട് തന്നെയാണ് അതിന്റെ പ്രധാന കാരണം. ഗുഡ് റിസൾട്ടാണ് അവർ പബ്ലിഷ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ സ്റ്റോക്കിൽ ഇന്നൊരു പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടായത്. ടാറ്റ സ്റ്റീലിൽ ഇന്നൊരു അപ് ട്രെൻഡ് ദൃശ്യമായിരുന്നു. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് സ്റ്റീലിന്റെ ഡിമാൻഡിൽ ഡൊമസ്റ്റിക് ലെവലിൽ ഒരു വർധനവുണ്ടെന്ന ന്യൂസാണ് ഈ സ്റ്റോക്കിനെ ഇന്ന് അപ് ട്രെൻഡിലേക്ക് നയിച്ചത്. ഹോക്കിങ്സ് കുക്കർ ഷെയറുകളിൽ ഇന്ന് അപ് ട്രെൻഡാണ് ദൃശ്യമായത്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ നല്ലൊരു റിസൾട്ടാണ് പബ്ലിഷ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ സ്റ്റോക്കിൽ ഇന്നൊരു അപ് ട്രെൻഡ് വിസിബിൾ ആയത്. NIT സ്റ്റോക്കിൽ ഏകദേശം 3% ഒരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പല ബിഗ് ഇൻവെസ്റ്റേഴ്സും ഈ കമ്പനിയിൽ സ്റ്റേക്ക് വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന ന്യൂസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്റ്റോക്കിൽ ഒരു അപ് ട്രെൻഡ് ഇന്ന് ദൃശ്യമായത്. ത്രിവേണി സ്റ്റോക്കിൽ ഒരു ഫ്ലക്ച്വേഷൻ ദൃശ്യമായിരുന്നു. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് തന്നെയാണ്. പ്രോഫിറ്റിൽ ഒരു ഡിക്ലൈൻ സംഭവിച്ചിരുന്നു. അതായിരുന്നു ഈ സ്റ്റോക്കിൽ ഇന്നൊരു പ്രഷർ നേരിടാനുള്ള പ്രധാന കാരണമായി മാറിയത്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവർക്ക് RBIയിൽ നിന്ന് ഒരു നോൺ ഫൈനാൻഷ്യൽ സബ്സിഡറി തുടങ്ങാനുള്ള അനുവാദം ലഭിച്ചിട്ടുണ്ട്. അതായിരുന്നു ഈ സ്റ്റോക്കിനെ ഇന്ന് അപ്മൂവിലേക്ക് നയിച്ചത്. മണാലി പെട്രോ കെമിക്കൽ സ്റ്റോക്കുകളിൽ ഏകദേശം 5% ഒരു ഡൗൺ ട്രെൻഡ് ദൃശ്യമായിരുന്നു. അതിന്റെ മേജർ റീസൺ എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. പ്രോഫിറ്റിൽ ഒരു റിഡക്ഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായിരുന്നു ഈ സ്റ്റോക്കിനെ ഇന്ന് നെഗറ്റീവായി എഫക്റ്റ് ചെയ്തത്. ഇനി നമുക്ക് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിലെ നാളത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെക്ക് ചെയ്യാം.